നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മിയ മോളെ എത്രയും പെട്ടെന്ന് ഓക്കെ ആക്കി എടുക്കാം. ശരി ഡോക്ടർ. മിയ മോൾക്ക് വേണ്ടി ഇനി ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാ? ഡോക്ടർ എന്ത് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ അത് ചെയ്യാം. ശരി, അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ റൗണ്ട്സിന് വരുമ്പോ രഘു കൂടെ ഉണ്ടാവണം. ടെസ്റ്റ് റിസൾട്ടൊക്കെ നോക്കിയിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഓക്കെ ഡോക്ടർ. മിയ മോളെ റെസ്റ്റ് എടുത്താ കേട്ടോ. അപ്പൊ ശരി. ശരി ഡോക്ടർ. ശരി എന്നാ. രഘുവേട്ടാ, ശരിക്കും ആലോചിച്ചിട്ടാണോ ഡോക്ടർക്ക് വാക്ക് കൊടുത്തത്? പിന്നല്ലാതെ. ഇനിയിപ്പോ എന്തു വന്നാലും മിയമോൾ ഓക്കെ ആയതിനു ശേഷമേ ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പിന്മാറും. മോള് കഴിച്ചില്ലല്ലോ. വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം. നാളെ രാവിലെ അമ്മയ്ക്ക് ആരെങ്കിലും ജയിലിൽ ഡ്രസ് എത്തിക്കണം. അതാര് കൊണ്ട് കൊടുക്കണമെന്ന് തീരുമാനിക്കണം. ഇന്ദ്രേട്ടന് പറ്റോ? ഇല്ലാനു, ഞാനിപ്പോ അതിന് പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല. എനിക്ക് പറ്റില്ല. ഇനി വേറെ ആരെങ്കിലും അത് ചെയ്യുന്നില്ല, എനിക്കൊട്ട് എതിർപ്പുമില്ല. അമ്മയ്ക്ക് മാറി കൊടുക്കാനുള്ള ഡ്രസ്സല്ലേ ഇന്ദ്രേട്ടാ? ഏത് കുറ്റവാളിക്ക് ഉടുവസ്ത്രം ആവശ്യപ്പെടാനുള്ള അവകാശമില്ലേ? അമ്മയ്ക്ക് അതിനുള്ള അവകാശമില്ലെന്നോ? ആരും അമ്മയ്ക്ക് വസ്ത്രം കൊണ്ടുപോയി കൊടുക്കരുതെന്നോ ഇന്ദ്രേട്ടൻ പറഞ്ഞോ സോനെ? ഇന്ദ്രേട്ടൻ അത് ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്യൂ എടുത്തി. ഓഹോ, ഇത് മാത്രം നീ എന്താ അങ്ങനെ ചെയ്യാതിരിക്കുന്നേ? ഏട്ടൻ ചെയ്യാത്തത് അമ്മയ്ക്ക് വേണ്ടി ഇതുവരെ നീ ചെയ്തിട്ടില്ല സോനെ, ഇല്ലേ? അവസാന നിമിഷം വരെ അമ്മയെ ന്യായീകരിച്ചോളോ നീ. അപ്പോ ഇതും അമ്മയ്ക്ക് വേണ്ടി നിനക്ക് ചെയ്യാം. അനുവാ, വരാനല്ലേ പറഞ്ഞേ? സത്യേട്ടാ, നമ്മുടെ അമ്മ തെറ്റുകാരിയാ. അവസാന നിമിഷം വരെ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളത് സത്യം തന്നെയാ. എന്ന് വെച്ച് ഈ ഒരു ചെറിയ കാര്യത്തിന് നമുക്ക് അമ്മയുടെ മാനുഷിക പരിഗണന കാണിച്ചുകൂടാന്നുണ്ടോ? മാനുഷിക പരിഗണന നീ കാണിച്ചല്ലോ. ഡ്രസ് എത്തിക്കാമെന്ന് നീ പറഞ്ഞില്ലേ? അത് നീ തന്നെ എങ്ങനെയെങ്കിലും വനിതാ ജയിലിൽ കൊണ്ടുപോയി കൊടുക്കണം. എനിക്ക് തൽക്കാലം അത് ചെയ്യാൻ പറ്റില്ല. ഏട്ടനും ഇന്ദ്രേട്ടനും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഡ്രസ് അവിടെ എത്തിച്ചില്ലെങ്കിൽ ജയിലിന് വീണ്ടും അവർ എന്നെ ആയിരിക്കും വിളിക്കുന്നത്. നിനക്ക് പറ്റില്ലെങ്കിൽ തൽക്കാലം നീ ആ കോൾ എടുക്കാതിരിക്കുക. വേറെ വഴിയൊന്നുമില്ല. ഇതിപ്പോ എന്റെ മാത്രം ആവശ്യമായി പോയല്ലോ. സോന, നീയല്ലേ അത് ഏറ്റെടുത്തത്? അപ്പോ നിന്റെ ആവശ്യമായി കണ്ട് നീ തന്നെ ചെയ്യണം. ഞാൻ വനിതാ ജയിലിൽ പോയി അമ്മയ്ക്ക് ഡ്രസ്സ് കൊടുക്കാനോ? എനിക്കൊന്നും പറ്റൂല. അമ്മയുടെ ആൺമക്കള് കാണിക്കാത്ത സ്നേഹവും ഉത്തരവാദിത്വം ഒന്നും എനിക്ക് അമ്മയോട് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോ മറ്റുള്ളവർ അമ്മയെ എങ്ങനെ പരിഗണിക്കുന്നു നോക്കിയാണ് നീ നിന്റെ അമ്മയ്ക്ക് മാർക്കിടുന്നത് അല്ലേ? അല്ലാതെ നിനക്കായിട്ട് അമ്മയോട് പ്രത്യേക സ്നേഹവും കടപ്പാടോ ഒന്നുമില്ല അല്ലേ? എന്റെ ശ്യാമേട്ടാ, നിങ്ങൾ ഇനി ഓരോന്ന് പറഞ്ഞ് എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. അമ്മയോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ എന്റെ മനസ്സിലുണ്ട്. നിന്റെ നമ്പർ അവർക്ക് അമ്മ കൊടുത്തതായിരിക്കില്ലേ? കയ്യിൽ ഫോൺ പോലും ഇല്ലാതെ നിന്റെ നമ്പർ ഓർത്തെടുത്ത് കൊടുത്തത് പോലും നിന്റെ അമ്മയുടെ ബുദ്ധിയാ. എന്ത് ബുദ്ധി? അമ്മയ്ക്ക് ഇന്ദ്രേട്ടന്റെ സത്യേട്ടന്റെ നമ്പർ ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കില്ലേ എന്റെ നമ്പർ കൊടുത്തത്? ഇന്ദ്രേട്ടന്റെ നമ്പർ അമ്മയ്ക്ക് ഓർമ്മയില്ലെന്നാണോ? എന്റെ സോനെ, അമ്മ അത് കൊടുക്കാതിരുന്നത് മനഃപൂർവ്വ. നിന്നിലൂടെ മാത്രമേ ഇന്ദ്രേട്ടന്റെയും സത്യന്റെയും മനസ്സ് മാറ്റാൻ പറ്റും. നമുക്കറിയാം അവരതാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്.
എന്തായാലും നീ ഇതിനു വേണ്ടി നിന്റെ ഏട്ടന്മാരെ നിർബന്ധിക്കണ്ട. അവരെ വെറുതെ വിട്ടേക്ക്. അവരുടെ മനസ്സ് പറയുമ്പോൾ മാത്രം അവരിനി അമ്മയെ അംഗീകരിച്ചാൽ മതി. അതിനുള്ള സ്വാതന്ത്ര്യം നീ അവർക്ക് കൊടുക്കണം സോനെ. ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല ശ്യാമേട്ട. എനിക്ക് ഞാൻ ഏറ്റെടുത്ത കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയാ മതി. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നീ ഏറ്റുപോയതല്ലേ, നിനക്ക് വേണ്ടി അത് ഞാൻ ചെയ്തോളാം.